ബബയുടെ പാട്ടറിയാലോ. എഴുതിയേക്കുന്നത് വിനായക് ശശികുമാർ, ഷാൻ റഹ്മാനും. ഉള്ള പറയാറ് ഇച്ചിരി കടുപ്പമായിപ്പോയി. ഇച്ചിരി കടുപ്പമല്ല, നല്ല കടുപ്പമായിപ്പോയി. ഒരു പാട്ട് ഇത്രയും ട്രോള് വാങ്ങുമെന്ന് ആരും വിചാരിച്ചതല്ല. അത് കൂട്ടുപടിയായിപ്പോയി. മറ്റേ ഒരു തമിഴ് പാട്ടിൻ്റെയൊക്കെ ഒരു മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്തപ്പോഴത്തെ ഒരു ഫീലായിപ്പോയി. സാധാരണഗതിയിൽ ഒരു ചെറിയ ഹേറ്റ് അല്ലേ ഇതിന്. സ്വാഭാവികമായിട്ടും ഈ പടത്തിനും ഇതിൻ്റെ കാര്യങ്ങൾക്കും ഹേറ്റേഴ്സ് വരും. പക്ഷേ ഹേറ്റ് പറയാൻ വേണ്ടി ഹേറ്റ് പറയുന്നവരൊക്കെ കൂടുതൽ ആ പാട്ട് കേട്ടിട്ട് നോർമൽ അഭിപ്രായം പറയുന്നവർ തന്നെയാണ്. അതാ സത്യം. അത് ഇച്ചിരി ശോകമായിപ്പോയി ആ പാട്ട്. ഇച്ചിരി നല്ല ശോകമായിട്ടുണ്ട്. ചിലപ്പം 10 രൂപ 15 പ്രാവശ്യം കേട്ട് കഴിയുമ്പോഴത്തേക്കും അതുമായിട്ട് അങ്ങ് സൂട്ടാകുമായിരിക്കാം. പക്ഷേ ഹോണസ്റ്റായിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ പാട്ട് ഭയങ്കര ശോകമാണ്. ഒരു നമ്മൾ എന്നാ പറയുക, വൈറലാക്കാൻ വേണ്ടി അങ്ങനെ നിർബന്ധിച്ച് ഉന്തിത്തള്ളി വൈറലാക്കേണ്ടി വരും ഈ പാട്ട്. അല്ലാണ്ട് അതിന് അങ്ങനത്തെ ഒരു കണ്ടൻറ്റ് ക്വാളിറ്റി ഉള്ളൊരു പാട്ടായിട്ട് തോന്നുന്നില്ല. ഈ വിനായക് ശശികുമാർ സാധാരണഗതിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സോങ്ങുകളൊക്കെ എഴുതിയ മനുഷ്യനായിരുന്നു. പിന്നെ ഷാൻ റഹ്മാൻ ആണേലും നല്ലൊരു മ്യൂസിക് ഡയറക്ടർ, നല്ല ഹിറ്റുകൾ ഉണ്ടാക്കിയ ആളാണ്. പക്ഷെ ഇപ്രാവശ്യം എന്തു പറ്റിയെന്ന് അറിയത്തില്ല, വൻ ശോകമായി പോയി ഈ പാട്ട്. പക്ഷേ പടത്തെ ഈ പാട്ട് ബാധിക്കൊന്നുമില്ല, അത് വേറെ കാര്യം. പടം നല്ലതാണെങ്കിൽ ഓടും, ജനങ്ങൾ കാണും. ഇപ്പം പറയും കാണത്തില്ല മറ്റേതാ മാങ്ങ തേങ്ങയാം, ഞങ്ങൾ ബഹിഷ്കരിക്കും, നാളെ ഞങ്ങൾ തിയേറ്റർ അടച്ച് കൂട്ടിക്കും, ഇതൊക്കെ പറയും. നല്ല പടമാണെങ്കിൽ പടം അൾട്ടിമേറ്റ്ലി നല്ലതാണോ, ഓടും, ആൾക്കാർ കാണും, വിജയമാകും. ഒരു തിരിച്ചുവരവ് തന്നെ ആയിരിക്കും ചെയ്യും. പക്ഷേ വിജയമല്ലെങ്കിൽ 8 വരെ പൊട്ടും. അങ്ങനെ പൊട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ പറഞ്ഞിട്ട് വരക്കണ്ടോ, ഞങ്ങൾ കാരണം പടം ഞങ്ങൾ പറഞ്ഞപ്പോൾ സംഭവിച്ചില്ല, ഞങ്ങൾ പടം ബഹിഷ്കരിച്ച് ഞങ്ങൾ അതുകൊണ്ട് ഈ ഒരു പടം വിജയിപ്പിക്കുകയല്ല എന്നൊക്കെ പറഞ്ഞ് ഡയലോഗുമായിട്ട് വരും. സ്വാഭാവികം. എൻ്റെ പൊന്നെ പാട്ട് ഇത് തിയേറ്ററിൽ ഈ പാട്ട് കാണാണ്ട് വരുമ്പോൾ എങ്ങനെയാണെന്ന് ആലോചിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് ശോകമാട്ടോ പാട്ടുള്ള പറയാലോ.